ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മീൻ കറി എന്നും നമ്മൾ തേങ്ങ ഇട്ടാണല്ലോ വയ്ക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് തേങ്ങാപ്പാൽ ഒഴിച്ച് മീൻ കറി വയ്ക്കാമേ. എൻ്റെ പേര് ലിജി. എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് വാളമീനാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഞാൻ അതിനെ കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ, അരമുറി തേങ്ങയിൽ തേങ്ങാപ്പാലാണ് എടുത്ത് വച്ചിരിക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു പച്ചമുളക് രണ്ടായിട്ട് കീറി പകുതിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി, അതിനെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉള്ളി, അതിനെ ഞാൻ ചതച്ചെടുത്തു. പിന്നെ പുളി കുതിരാനിട്ടു. പിന്നെ കറിവേപ്പില. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് നിറം മാറുമ്പോൾ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ പച്ചമുളകും കൂടെ ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കാം കേട്ടോ. ഇത് മൂക്കണത് വരെ നമ്മൾ വഴറ്റേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചതച്ച് വച്ചിരിക്കുന്ന ഉള്ളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഒരു 10-12 ഉള്ളി ആണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ശകലം ഉപ്പ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി നമ്മളിട്ട് നല്ലതുപോലെ അതിൻ്റെ കൂട്ടത്തൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് വെന്തുടയണ്ട, കാരണം നമ്മൾ ഇതിൻ്റെ കൂട്ടത്ത് വെള്ളം കൂടി ഇട്ടാണല്ലോ നമ്മൾ തിളപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്ത് കിടന്ന് ഈ തക്കാളി വെന്തോളും. നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മസാലകൾ ആഡ് ചെയ്യാവുന്നതാണ്. മസാലകളിൽ നമ്മൾ ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഫിഷ് മസാലയാണ് കേട്ടോ ഇട്ടെടുത്തത്. കുറച്ച് ഫിഷ് മസാല കൂടി നമ്മൾ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് അതിൻ്റെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മളൊന്ന് വറുക്കണം. ആ പൊടിയുടെ മണമൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വറുത്തതിന് ശേഷം നമ്മൾ കുതിരാനായിട്ട് ഇട്ടിരിക്കുന്ന പുളിവെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്ത് തിളപ്പിക്കണം.
വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ച് കൊടുത്താൽ പുളിവെള്ളമൊക്കെ ഇത് നല്ലപോലെ ചൂടായി ചെറിയൊരു തിളയൊക്കെ വരുന്നുണ്ട്. നമ്മൾ തയ്യാറാക്കിയ ഗ്രേവി ഇവിടെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഞാൻ വാളയിൽ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വാളയിൽ മീൻ മുട്ട ഉണ്ടായിരുന്നു, അങ്ങനെ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓരോ കഷ്ണമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് തിളപ്പിക്കുവാണ്. നമ്മുടെ വാളമീൻ പകുതി വേവായിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ തേങ്ങാപ്പാൽ, നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ അതും ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ കറി റെഡി ആവുന്നതാണ്. അപ്പോൾ ഇത് തിളയ്ക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ലാസ്റ്റ് ഞാൻ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് കാണിക്കാൻ പറ്റില്ല, ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമ്മുടെ മീൻ കറി തിളച്ച് വറ്റി നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.